Students, today we are discuss about the topic pointers in C. Last class we discussed about some basic terms related to C language. നമ്മൾ ഒരു C ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ പോയിൻ്ററിലേക്ക് എത്തി നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ജസ്റ്റ് പോയിൻ്റർ എന്താണെന്ന് സൂചിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പോയിൻ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് പോയിൻ്റർ? പോയിൻ്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. പോയിൻ്റർ ഉപയോഗിക്കുന്നത് മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ പോയിൻ്റർ ഇൻ സി ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡൈനാമിക്കലി അറ്റ് റൺ ടൈം. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിൻ്റർ യൂസ് ചെയ്യുന്നത് മെമ്മറി അലോക്കേഷൻ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. റൺ ടൈമിലെ മെമ്മറി അലോക്കേഷൻ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ട്. The pointer variable must be belonging to any of the data types such as int, float, char, double, short, etc. like that. അതായത് പോയിൻ്റർ വേരിയബിളിനെ സാധാ വേരിയബിൾ ഡിക്ലറേഷൻ തന്നെ അതിൽ പോയിൻ്റർ വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പോയിൻ്റർ സിമ്പിൾ, അതായത് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ സ്റ്റാറാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് സിമ്പിളാണ് നമ്മൾ പോയിൻ്ററിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാറും ഒന്ന് ആംപർസാൻഡും. ആംപർസാൻഡ് സ്പെസിഫൈ ചെയ്യുന്നത് അഡ്രസ്സിന് വേണ്ടിയിട്ടും സ്റ്റാർ സ്പെസിഫൈ ചെയ്യുന്നത് അത് പോയിൻ്റർ വേരിയബിളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇവിടെ പോയിൻ്ററിൻ്റെ സിൻടാക്സ് നോക്കുക. ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ നെയിം ഇൻറ്റ് സ്റ്റാർ പി. സാധാ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇൻറ്റ് പി എന്ന് മാത്രമായിരുന്നു നിങ്ങൾ കൊടുക്കാറ്. ഇവിടെ പോയിൻ്ററിൻ്റെ കേസ് ആകുമ്പോൾ അവിടെ എന്ത് ചേർക്കുന്നു എന്ന് മാത്രം, ഒരു സ്റ്റാർ എക്സ്ട്രാ വരുന്നുണ്ട്. അത് സാധാ നമ്മൾ യൂസ് ചെയ്ത ഡാറ്റ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോയിൻ്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോയിൻ്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ദെൻ എ പോയിൻ്റർ ഇൻ സി ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡൈനാമിക്കലി അറ്റ് റൺ ടൈം. The pointer variable might be belong to any of the data types such as int, float, char, etc. like that. Okay. Then next, declaring pointer variable. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സെയിം ആണ്. എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക? ഡാറ്റ ടൈപ്പ് വരും, സ്റ്റാർ വരും, ദെൻ പോയിൻ്റർ നെയിം, പോയിൻ്റർ വേരിയബിളിൻ്റെ നെയിം. പോയിൻ്റർ വേരിയബിൾ കണ്ടെയ്ൻ അഡ്രസ് ദാറ്റ് ബിലോങ്സ് ടു എ സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ്. They must be declared as pointer before we use them. നമ്മൾ ഏത് വേരിയബിളാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഏത് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണോ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത് ആ ഡാറ്റ ടൈപ്പിനെ ഫസ്റ്റ് കൊടുക്കുക, ദെൻ പോയിൻ്റർ സിമ്പിൾ കൊടുക്കുക, ദെൻ ആ വേരിയബിളിൻ്റെ നെയിമും കൊടുക്കുക. ഓക്കെ, ദ ഡിക്ലറേഷൻ ഓഫ് എ പോയിൻ്റർ വേരിയബിൾ ടേക്സ് ദ ഫോളോയിങ് ഫോം. സിൻടാക്സ് ആണ് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് എഴുതാം. പിന്നെ ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ്? ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറേ ഡിക്ലറേഷനും അറേ ഇനീഷ്യലൈസേഷനും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പോയിൻ്ററിനെ നമുക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം. പോയിൻ്റർ ഇനീഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് അഡ്രസ് ഓഫ് എ വേരിയബിൾ ടു എ പോയിൻ്റർ വേരിയബിൾ. പോയിൻ്റർ ഇനീഷ്യലൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അസൈനിങ് അഡ്രസ് ഓഫ് എ വേരിയബിൾ ടു പോയിൻ്റർ വേരിയബിൾ. പോയിൻ്റർ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിളിനെ അസൈൻ ചെയ്യുക, അതിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ പോയിൻ്റർ വേരിയബിളിലേക്ക് അതിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോയിൻ്റർ ഇനീഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് അഡ്രസ് ഓഫ് എ വേരിയബിൾ ടു എ പോയിൻ്റർ വേരിയബിൾ. മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ഈ പോയിൻ്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. എങ്ങനെയാത് എക്സാമ്പിൾ നോക്കിയേ. ഇൻറ്റ് എ ഈക്വൽ ടു 10, ഇൻറ്റ് സ്റ്റാർ പി ടി ആർ. സ്റ്റാർ പി ടി ആർ ആണ് എന്ത്, പോയിൻ്റർ വേരിയബിൾ. ആ പി ടി ആറിലേക്കാണ് നമ്മൾ എന്തിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതാണ് ആംപർസൻ
എ എന്ന് പറഞ്ഞത്. പോയിൻ്റർ വേരിയബിൾ ഈസ് ഈക്വൽ ടു ആംപർസെൻറ്റ് എ. ആംപർസെൻറ്റ് എ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്രസ്സിനെ എവിടത്തേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്? ആ പോയിൻ്റർ വേരിയബിളിലേക്ക്. പോയിൻ്റർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 വേരിയബിളാണുള്ളത്, ഒന്ന് എയും ഒന്ന് പി ടി ആറും. പി ടി ആർ എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിളാണ്, എ സാധാ വേരിയബിളാണ്. ആ സാധാ വേരിയബിളിലേക്ക് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂവിൻ്റെ അഡ്രസ്സിനെ സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ പി ടി ആർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർ പി ടി ആർ ഈസ് ഈക്വൽ ടു ആംപർസെൻറ്റ് എ. ഇങ്ങനെയാണ് ഒരു പോയിൻ്ററിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുക. ഇനി ഒരു പ്രോഗ്രാം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്ത് സിയിൽ എഴുതുമ്പോഴും എന്തൊരു കൺസെപ്റ്റിനെ കുറിച്ച് സി പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ മസ്റ്റാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം കണ്ടൻറ്റ് മനസ്സിലാവണം. അത് നമ്മൾ ലാബിൽ ചെയ്ത് നോക്കുകയും വേണം. നിങ്ങൾക്ക് ഫോണിൽ തന്നെ സീൻ്റെ എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി ലാബിൽ പോകുമ്പോൾ ആണെങ്കിൽ ലാബിൽ നിന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുക. ഇൻറ്റ് മെയിൻ, ഇൻറ്റ് സ്റ്റാർ, പോയിൻ്റർ, പി ടി ആർ എന്ന് പറഞ്ഞൊരു വേരിയബിളും ഉണ്ട്, ക്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിളും ഉണ്ട്. ക്യൂവിലേക്ക് 15 അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പി ടി ആറിലേക്ക് അതിൻ്റെ അഡ്രസ്സിനെ നമ്മൾ ഈക്വൽ ടു അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യുക? ഡിസ്പ്ലേ ക്യൂസ് വാല്യൂ. ക്യൂസ് വാല്യൂ എത്രയാണ് ക്യൂസ് വാല്യൂ? 50 നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. സ്റ്റാർ പോയിൻ്റർ എന്ന് പറയുമ്പോൾ ആ പോയിൻ്ററിലേക്ക് വാല്യൂ ആണ്. ഇനി പി ടി ആർ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പി ടി ആറിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്താ? ആംപർസെൻറ്റ് ക്യൂ. ക്യൂവിൻ്റെ അഡ്രസ്സ് അത് മാറ്റി മാറ്റി നിങ്ങൾ ലാബിൽ കൊടുത്ത് നോക്കുക എന്താ സംഭവിക്കുക എന്നുള്ളത്. നമുക്ക് അവിടെ ലാബിൽ ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റി മാറ്റി കൊടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, അതിൽ പറഞ്ഞു തരും. ഓക്കെ, ഇനി കഴിഞ്ഞൊരു എക്സാമിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുമ്പിലത്തെ വർഷമാണോ എന്നറിയില്ല, ചെയിൻ ഓഫ് പോയിൻ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പോയിൻ്ററിൻ്റെ ഇതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് മീൻ ബൈ എ ചെയിൻ ഓഫ് പോയിൻ്റർ എന്ന് പറയുന്നത്. എന്താ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ചങ്ങല. ചെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാം ചങ്ങല എന്നുള്ള ആ ഒരു മീനിങ്ങാണ് നമുക്ക് വരിക. അപ്പോൾ പോയിൻ്ററിൻ്റെ ഒരു ചങ്ങല, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യച്ചങ്ങല തീർക്കുക. കുറേ ആൾക്കാർ കൈ കോർത്ത് പിടിച്ചിട്ടാണ് മനുഷ്യച്ചങ്ങല തീർക്കുക അല്ലേ. അപ്പോൾ അതുപോലെ കുറേ പോയിൻ്ററുകൾ വരുന്നതാണ് എന്ത് പറയുന്നത്, ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിൻറ്റേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെയിൻ ഓഫ് പോയിൻ്റർ. ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് പോയിൻ്റർ ടു പോയിൻ്റ് ടു അനദർ പോയിൻ്റർ. ഒരു പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നു അനദർ പോയിൻ്ററിനോട്, ആ അനദർ പോയിൻ്റർ ഒരു വേരിയബിളായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ചെയിൻ ഓഫ് പോയിൻ്റർ എന്ന് പറയുന്നത്. ഇവിടെ P2 P1 രണ്ടും എന്താണ്, പോയിൻ്ററാണ്. P2 ലിങ്ക് ചെയ്തിരിക്കുന്നത് P1 എന്ന് പറഞ്ഞ പോയിൻ്ററായിട്ട്, ആ P1 എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, എക്സാമ്പിൾ നോക്കുക. ചെയിൻ ഓഫ് പോയിൻ്ററിന് ഒരു എക്സാമ്പിൾ കൊടുത്ത് സ്റ്റാർ P1 ഡബിൾ സ്റ്റാർ P2 ആണ്. എന്തിനാണ് ഡബിൾ സ്റ്റാർ കൊടുത്തേ? P1 പോയിൻ്റ് ചെയ്തിരിക്കുന്നത് P2നോടാണ്. അപ്പോൾ P1 ഓൾറെഡി P1 ഒരു പോയിൻ്ററാണ്, അത് P2 എന്ന് പറയുന്ന ഒരു പോയിൻ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ P2 എന്ന് പറയുന്നത് ഒരു P1ഉമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡബിൾ സ്റ്റാർ P2. ഇനി എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, അതിൻ്റെ വാല്യൂ 100 ആണ്. P1ൽ എക്സിൻ്റെ അഡ്രസ്സും P2ൽ ആംപർസെൻറ്റ് P1 എന്ന് പറഞ്ഞാൽ P1ൻ്റെ അഡ്രസ്സ്. P1ൽ ഓൾറെഡി എന്താ ഉള്ളത്, എക്സിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ആ എക്സിൻ്റെ അഡ്രസ്സ് തന്നെയാണ് എവിടെയും ഉണ്ടാവുക, P1ലും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റർ മറ്റൊരു പോയിൻ്ററിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ചെയിൻ ഓഫ് പോയിൻ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിൻ്റർ എക്സ്പ്രഷൻ എന്താ? നമ്മൾ ഓപ്പറേറ്റേഴ്സും എക്സ്പ്രഷൻസും ഒക്കെ നമ്മൾ സീൻ്റെ ബേസിക് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു ട്രിഗർ സം ആക്ഷൻസ് ഓൺ ഓപ്പറാൻഡ്സ്. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡ്സും മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡ്സും കൂടി ചേർന്നതാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആണോടോ അല്ലേ? കാരണം അവിടെ ഓപ്പറേറ്റേഴ്സും വരും ഓപ്പറാൻഡ്സും വരും, അത് മൾട്ടിപ്പിൾ ഓപ്പറാൻഡ്സും വരും മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സും വരും, അപ്പോഴേ അതൊരു എക്സ്പ്രഷൻ ആവുള്ളൂ. A+B
അല്ലെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ മാത്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്? ഒരു എക്സ്പ്രഷനാണ്. കാരണം അവിടെ കുറേ ഓപ്പറേറ്റേഴ്സും കുറേ ഓപ്പറാൻസും വരുന്നുണ്ട്. അതുപോലെ വരുന്ന സംഗതിയാണ് എന്ത് ഇവിടെയും എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പോയിൻ്റർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പം അവിടെ എക്സ്പ്രഷനിൽ പോയിൻറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പോയിൻ്ററുകളുടെ അഡീഷൻ, പോയിൻ്ററുകളുടെ സബ്സ്ട്രാക്ഷൻ ഒക്കെ വരുന്ന ആ ഒരു സംഭവം ഇവിടെ നോക്കുക. പോയിൻ്റർ വേരിയബിൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ എക്സ്പ്രഷൻ. എക്സാമ്പിൾ P1 and P2 ആർ പ്രോപ്പർലി ഡിക്ലെയർഡ് ആൻഡ് ഇനീഷ്യലൈസ്ഡ് പോയിൻ്റർ, ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ വാലിഡ്. അതായത് P1 ഉം P2 ഉം പ്രോപ്പർലി ഡിക്ലെയർ ചെയ്ത രണ്ട് പോയിൻ്റർ ആണെങ്കിൽ y ഈക്വൽ ടു സ്റ്റാർ P1 സ്റ്റാർ P2 എന്ന് പറഞ്ഞ പോലെ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ അറ്റത്തുള്ള രണ്ട് സ്റ്റാർ ആ പോയിൻ്റർ വേരിയബിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സം ഈക്വൽ ടു സം പ്ലസ് സ്റ്റാർ P1. ഒരു P1 എന്ന് പറയുന്ന ഒരു പോയിൻ്ററുമായിട്ട് ആഡ് ചെയ്യുക. സം ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും 0 ആ 0ൻ്റെ കൂടെ ഓരോ പ്രാവശ്യവും ആ പോയിൻ്ററിൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനാണ്. അതുപോലെ സ്റ്റാർ P2 ഈസ് ഈക്വൽ ടു സ്റ്റാർ P2 പ്ലസ് 10. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാട്ടോ, ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം. അവിടെ പോയിൻ്റർ വേരിയബിളിൻ്റെ ആയിരിക്കണം. അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും എഴുതുന്നതൊക്കെ പോയിൻ്റർ വേരിയബിളുകളോടെ ആയിരിക്കണം. അപ്പോഴാണ് അതെന്ത് ചെയ്യുള്ളൂ, പോയിൻ്റർ എക്സ്പ്രഷൻ ആവുമല്ലോ. സിൻടാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിൻ്റർ ഇസ് ഈക്വൽ ടു എക്സ്പ്രഷൻ. ഇനി ഒരു പോയിൻ്റർ വരുമ്പോൾ എന്തൊക്കെ റൂൾസുകളാണ് വരുന്നത് എന്നുള്ളത്. റൂൾസ് ഓഫ് പോയിൻ്റർ ഓപ്പറേഷൻസ്. എ പോയിൻ്റർ വേരിയബിൾ ക്യാൻ ബി അസൈൻ ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അതതിൻ്റെ ഡെഫിനിഷൻ തന്നെ ഫസ്റ്റ് തന്നെ എഴുതാം. ഒരു പോയിൻ്റർ വേരിയബിൾ അസൈൻ ചെയ്യുന്നത് വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ആയിരിക്കും. എ പോയിൻ്റർ വേരിയബിൾ ക്യാൻ ബി അസൈൻ ദ വാല്യൂസ് ഓഫ് അനദർ പോയിൻ്റർ വേരിയബിൾ. പോയിൻ്റർ വേരിയബിൾ അസൈൻ ദ വാല്യൂസ് ഓഫ് അനദർ പോയിൻ്റർ വേരിയബിൾ. മറ്റൊരു പോയിൻ്റർ വേരിയബിളിൻ്റെ വാല്യൂവിന് തന്നെ അസൈൻ ചെയ്യാം. അതാണ് ചെയിൻ ഓഫ് പോയിൻ്ററിൽ നമ്മൾ ചെയ്തത്. പിന്നെ എ പോയിൻ്റർ വേരിയബിൾ ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് വിത്ത് നൾ ഓർ 0 വാല്യൂ. വേണമെങ്കിൽ നമുക്കൊരു നൾ വാല്യൂവിനെ ഇനീഷ്യലൈസ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് നൾ പോയിൻ്റർ എന്ന്. എന്താണ് നൾ പോയിൻ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോയിൻ്റർ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, നൾ പോയിൻ്റർ എന്ന് വിളിക്കാം. ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട്സ് മീൻ ബൈ എ നൾ പോയിൻ്റർ, വാട്ട്സ് മീൻ ബൈ എ ചെയിൻ ഓഫ് പോയിൻ്റർ എന്ന് ചോദിച്ച പോലെ തന്നെ വാട്ട്സ് മീൻ ബൈ എ നൾ പോയിൻ്റർ എന്നും ചോദിക്കാം. നൾ പോയിൻ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, എ പോയിൻ്റർ വേരിയബിൾ can be initialized to a null value or 0th value, that is called null pointer. Then a pointer variable can be prefixed or postfixed with increment or decrement operator. Increment or decrement operators use ചെയ്തിട്ട് prefix ചെയ്യാം അല്ലെങ്കിൽ postfix ചെയ്യാം. An integer value may be added or subtracted from a pointer variable. ഒരു പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടി ഒരു ഇൻറ്റിജർ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും റൂൾസാണ് പോയിൻ്റർ, റൂൾസ് ഓഫ് പോയിൻ്റർ ഇതിൽ പറയുന്നത്. പിന്നെ വരുന്നത് ഇവിടെ നോക്കാം, സോറി, ഇവിടെ കണ്ടോ, ഇതൊരു പോയിൻ്ററിൻ്റെ ഡിക്ലറേഷൻ. എന്തിനാണ് ഇത് എടുത്തതെന്ന് വെച്ചാൽ, പോയിൻ്ററിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, വേറൊരു പോയിൻ്റർ വേരിയബിളിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു വാല്യൂ, അതിൻ്റെ ഡാറ്റ ടൈപ്പും നമ്മൾ പോയിൻ്റർ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പും സെയിം ആയിരിക്കണം. അതിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ എററാണ് ഡിസ്പ്ലേ ചെയ്യുക. അതായത് ഇവിടെ നോക്കുക, ഇൻഡ് എ ഈക്വൽ ടു 10, ഇൻഡ് സ്റ്റാർ പോയിൻ്റർ അല്ലേ, PTR എന്ന് പറയുന്നതിൻ്റെ ഡാറ്റ ടൈപ്പും ഇൻഡാണ്, എ എന്ന് പറയുന്നതിൻ്റെ ഡാറ്റ ടൈപ്പും ഇൻഡാണ്. ഇനി എനിക്ക് രണ്ടും ഇൻഡ് ആയതുകൊണ്ട് തന്നെ പോയിൻ്റർ PTR എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എൻ്റെ അഡ്രസ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഈ എ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് വാല്യൂ ആണെങ്കിൽ ഒരിക്കലും നമുക്കതിന് സാധിക്കില്ല. പോയിൻ്റർ വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ അഡ്രസ്സ് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഡാറ്റ ടൈപ്പ് ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ എറർ വരും. പോയിൻ്റർ വേരിയബിൾ ഓൾവേസ് പോയിൻറ്റ്സ് ടു സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. അത് മസ്റ്റാണ്. പോയിൻ്റർ വേരിയബിൾ ഓൾവേസ് പോയിൻറ്റ്സ് ടു സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. ഇവിടെ നോക്ക്, ഫ്ലോട്ട് എ
ഇൻഡ് സ്റ്റാർ പി ടി ആർ. ഇനി പി ടി ആറിലേക്ക് എനെ കൊണ്ടുവരാവോ? ഇല്ല, അവിടെ എററാണ് ഡിസ്പ്ലേ ചെയ്യുക. കാരണം എന്താ? ഫ്ലോട്ട് എന്നിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. അത് എന്തായാലും നോട്ട് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ നോട്ടായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് യു ഡു നോട്ട് ഹാവ് എൻ എക്സാക്ട് അഡ്രസ് ടു ബി അസൈൻ ടു എ വേരിയബിൾ പോയിൻ്റർ വേരിയബിൾ വൈൽ ഡിക്ലറേഷൻ, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു അസൈൻ എ നൾ വാല്യൂ ടു ദി പോയിൻ്റർ വേരിയബിൾ. പോയിൻ്റർ വിച്ച് ഈസ് അസൈൻഡ് എ നൾ വാല്യൂ ഇസ് കോൾഡ് നൾ പോയിൻ്റർ. അതായത് അങ്ങനെ നമുക്ക് നൾ വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നൾ പോയിൻ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിനെയാണ് അസൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ എററും ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ഒരു ക്വസ്റ്റ്യന് എവിടെയോ കണ്ടിട്ടുണ്ട്, ഡി റെഫറൻസിങ് ഓഫ് എ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് എ പോയിൻ്റർ ഹാസ് ബീൻ അസൈൻഡ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ ടു ആക്സസ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ പോയിൻ്റർ ഈസ് ഡി റെഫറൻസ്ഡ് യൂസിങ് ദി ഇൻഡയറക്ഷൻ. അതായത് ഒരിക്കലൊരു പോയിൻ്റർ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സുമായിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ നമ്മൾ ആക്സസ് ചെയ്യും. ടു ആക്സസ് ദ വാല്യൂ ഓഫ് വേരിയബിൾ പോയിൻ്റർ ഈസ് ഡി റെഫറൻസ്ഡ്. അങ്ങനെ ആ വാല്യൂവിനെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ആ പോയിൻ്ററിനെ ഡി റെഫറൻസ് ചെയ്തു എന്നാണ് പറയുക. ഡി റെഫറൻസിങ് ഓഫ് എ പോയിൻ്റർ യൂസിങ് ദി ഇൻഡയറക്ഷൻ. അത് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. എയും തന്നിട്ടുണ്ട്, സ്റ്റാർ പിയും തന്നിട്ടുണ്ട്. എൻ്റെ വാല്യൂ 10 ആണ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. പിയിലേക്ക് ആ എൻ്റെ വേരിയബിളിൻ്റെ മെമ്മറി എത്രയാണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ നോക്കുക, ഓരോന്നും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ലാബിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് നോക്കാം എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, വാല്യൂ ആണോ അഡ്രസ്സാണോ, ആ മെമ്മറി അഡ്രസ്സാണോ ഡിസ്പ്ലേ ചെയ്യുന്നത്, വാല്യൂ ആണോ. ഇത് നിങ്ങൾ പ്രോഗ്രാമിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ആ സ്റ്റാർ പി ടി ആർ മാത്രമായിരുന്നു ഔട്ട്പുട്ട് ചെയ്തത്. 50 എന്ന് പറഞ്ഞ വാല്യൂ മാത്രമായിരുന്നു നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അവിടെ നമുക്ക് ഇതിങ്ങനെ മാറ്റി കൊടുത്തു നോക്കാം. സ്റ്റാർ പി ടി ആർ മാത്രം കൊടുക്കാം, സ്റ്റാർ ആംപർസാൻഡ് എ കൊടുക്കാം, വെറും ആംപർസാൻഡ് എ കൊടുത്തു നോക്കാം, വെറും പി കൊടുത്തു നോക്കാം, വെറും ആംപർസാൻഡ് പി കൊടുത്തു നോക്കാം. അങ്ങനെയൊക്കെ കൊടുത്തു നോക്കിയിട്ട് അതിൽ നിന്ന് ഡിഫറൻസ് മനസ്സിലാക്കാം. അതായത് സ്റ്റാർ പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, ആ പോയിൻ്റർ വേരിയബിളിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത വാല്യൂ എത്രയാണോ, ഇപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുക. ദിസ് വിൽ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് എ. അടുത്തത് നോക്ക്, പ്രിൻറ്റ് എഫ് സ്റ്റാർ ഡി. അതിൽ എന്താ പ്രിൻറ്റ് ചെയ്യുക? ദിസ് വിൽ ഓൾസോ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് എ. കാരണം എന്താ, അവിടെയും പോയിൻ്റർ സിമ്പൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി പോയിൻ്റർ സിമ്പൽ ഇല്ലാതെ ആംപർസാൻഡ് എ മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ എയുടെ അഡ്രസ്സാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് വരിക. ഇനി വെറും പി കൊടുത്താലോ, ദിസ് വിൽ ഓൾസോ പ്രിൻറ്റ് ദ അഡ്രസ് ഓഫ് എ. അത് വെറും പിയിലും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്താ, ആ വാല്യൂ ആണ്. ദിസ് വിൽ ഓൾസോ പ്രിൻറ്റ് ദ പി ഈക്വൽ ടു ആംപർസാൻഡ് എ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ആംപർസാൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താ, എയുടെ അഡ്രസ്സ്. പിന്നെ ആംപർസാൻഡ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ആംപർസാൻഡ് പി എന്ന് പറഞ്ഞാൽ പിയുടെ അഡ്രസ്സ്. പിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ, പിയിൽ ഓൾറെഡി എന്താ ഉള്ളത്, എയുടെ അഡ്രസ്സാണ് ഉള്ളത്. അപ്പോൾ അപ്പോഴും എയുടെ അഡ്രസ്സ് അവിടെ പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോയിൻ്ററിൽ നോക്കേണ്ടത്. പോയിൻ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, അത് എന്താണ് പോയിൻ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിൻ്റർ ക്യാൻ ഹാൻഡിൽ എറേ മോർ എഫിഷ്യൻ്റ്ലി. നമ്മൾ പോയിൻ്റർ വെച്ചിട്ട് ഇത് ഞാനിപ്പോൾ ഇപ്പോൾ ശരിക്കും ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പോയിൻ്റർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടേ അഡ്വാൻറ്റേജ് പറയുള്ളൂ. കാരണം പോയിൻ്ററിനെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനേ പറഞ്ഞിട്ടുള്ളൂ. പോയിൻ്റർ എങ്ങനെ എറേയിൽ യൂസ് ചെയ്യാം, പോയിൻ്റർ എങ്ങനെ ഫങ്ഷനിൽ യൂസ് ചെയ്യാം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഡ്വാൻറ്റേജ് പറയുക. പോയിൻ്റർ എറേയിൽ യൂസ് ചെയ്യുമ്പം ഈസിലി നമുക്ക് എറേനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. പോയിൻ്റർ ക്യാൻ ഹാൻഡിൽ എറേ മോർ എഫിഷ്യൻ്റ്ലി. ആസ് ദേ പ്രൊവൈഡ് ഡയറക്റ്റ് ആക്സസ് ടു മെമ്മറി, ദേ പ്രോസസ് ഡാറ്റ വെരി ഫാസ്റ്റ്. കാരണം മെമ്മറി അഡ്രസ്സുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. മെമ്മറി അഡ്രസ്സുമായിട്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പ്രോസസ്സ് ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യും. ആ ഒരു പ്രോഗ്രാം ഫാസ്റ്റായിട്ട് റൺ ചെയ്യാൻ പറ്റും. പിന്നെ ദേ റെഡ്യൂസ് സ്റ്റോറേജ് സ്പേസും റെഡ്യൂസ് ചെയ്യും. ഡയറക്റ്റ് ആ മെമ്മറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഒന്നും വരില്ല. എവിടെയാണോ അത് വെച്ച് ആക്സസ് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് കുറവായിരിക്കും. ദേ ഗീവ് ഓൾട്ടർനേറ്റീവ് വേ ടു ആക്സസ് എലമെൻറ്റ്സ് ഓഫ് എൻ എറേ.
എറേൻ്റെ കേസിൽ അത് എറേ യൂസിങ് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ആ ഒരു അഡ്വാൻറ്റേജാണ് അവിടെ പറയുന്നത്. ദേ ഗീവ് ഓൾട്ടർനേറ്റീവ് വേ ടു ആക്സസ് എലമെൻറ്റ്സ് ഓഫ് എൻ എറേ. പോയിൻറ്റേഴ്സ് അവോയ്ഡ് എനി കൺഫ്യൂഷൻ ബൈ ദ കമ്പൈലർ ഡ്യൂ ടു വേരിയബിൾസ് വിത്ത് സെയിം നെയിം. വേരിയബിൾസിന് സെയിം നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷനെ പോയിൻ്റർ അവോയ്ഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. കമ്പൈലറിന് ആ ഒരു കൺഫ്യൂഷൻ വരില്ല പോയിൻ്ററാക്കി കൊടുക്കുകയാണെങ്കിൽ. കാരണം എ എന്ന് പറയുന്ന വേരിയബിൾ എ എന്ന് പറയുന്ന അതേ സെയിം നെയിമിൽ തന്നെ വേറൊരു എ കൊടുത്ത് അതിലും കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഏത് എ ആണ് എടുത്തതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് അഡ്രസ്സായിരിക്കും. വേരിയബിൾ നെയിം സെയിം ആണെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. കാരണം മെമ്മറിയിൽ അതിനെ ഒരേ മെമ്മറി സ്പേസിൽ രണ്ടെണ്ണം സ്റ്റോർ ചെയ്ത് വെക്കില്ല ഒരിക്കലും. ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ചിലപ്പം നെയിം സെയിം ആയിരിക്കും, പക്ഷേ അവിടെ അഡ്രസ്സ് വേറെ ആയിരിക്കും. ഇപ്പം നമ്മളെ ക്ലാസ്സിൽ തന്നെ ഒരേ നെയിമും ഒരേ ഇനീഷ്യലൈസ് ഒരു നിഹാലോ അങ്ങനെ ഉണ്ട്. കാരണം ഒരേ നെയിമും ഒരേ ഇനീഷ്യലും ഉള്ളത്. പക്ഷേ അവിടെ രണ്ടാരുടെയും വീട് ഒരു വീട്ടിലാണോ? അല്ല, വേറെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരേ പേരിലുള്ള നെയിമാണെങ്കിലും പോയിൻ്ററിൻ്റെ കേസിൽ അതിൻ്റെ അഡ്രസ്സ് രണ്ടും അഡ്രസ്സാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ഒരു കൺഫ്യൂഷൻ വരേണ്ട സാധ്യത വരുന്നില്ല. അതുപോലെ തന്നെ ദേ ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ലൈക്ക് ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ്. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചർ പഠിക്കും. അവിടെയൊക്കെ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഈ പോയിൻറ്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട്